കൊടിയേറി മക്കളെ, ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാൽക്കാരി പെണ്ണെ പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. പാടിയ പാട്ട് നീ കേട്ടോ. താങ്ക് യു. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റേത്. അതെന്താ എഴുതിയിട്ട് കുഴിച്ചിടൂ. എന്താ ഈ വഴിക്ക്? ഇത്രയും കാലം എവിടെയായിരുന്നു? എന്തുപറ്റി? എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ? ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കുമെന്നൊക്കെയുള്ള എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെഴുതും. അതൊക്കെ ശരിയാണ്. എന്നാലും നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ച പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂടാണ്. ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. പ്രിയപ്പെട്ട ഷാർട്സ് അന്തേവാസികളെ, സ്നേഹിതരെ, ഷാർട്സ് തറവാട് ഈസ് ബാക്ക്. ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണ്? 25 வருஷத்துக்கு முன்னாலே எப்படி போனாரோ கபாலி அப்படியே திரும்பி வந்துட்டான்னு சொல்லு. வந்துட்டேன்டா, இனிமே செம்ம அடி அடிக்க போறேன். எல்லாரும் அடிச்சுக்காரு வா. ശ്രീരാമേട്ട തല ഇറങ്ങി വീട് കിടക്കണ്. എന്റെ കമ്മിറ്റി നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി നിങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അതെന്താ? ഞാൻ പറയട്ടെ, ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നേന്ന്? ദൈവമേ, ദുരന്ത എക്സ്പ്രസ്. നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ പോയി ഫയർഫോഴ്സ് ആയിട്ട് വരാം. എപ്പോഴാ എന്താന്നും പറയാൻ പറ്റില്ല. എവിടെ പോണോ മുട്ടിലഴിഞ്ഞ്? ഈശ്വര, ബസി ബസി, ഇത് നിന്റെ വീടായിരുന്നോടാ? ബസിക്കർ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? അപ്പോൾ അറിയാതെയാണോ കയറി വന്നേ? നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടെന്നാടാ ഞാൻ കരുതിയിരുന്നത്. ഞാൻ രക്ഷപ്പെട്ടെന്നാടാ കരുതി. എന്നാലും എത്ര കാലമായിട്ടാ നിന്നെ കണ്ടിട്ട്. എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? നിന്റെ പഴയ പാർട്ട്ണർ ഡോൺ. ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. രാമേട്ടാ, യാരത്? അങ്ങേരാണ് കരിങ്കണ്ണൻ. കണ്ണേട്ടൻ? നോക്കി ഗർഭുണ്ടാക്കുന്ന ജാതിയാ. ശരിക്കും? ചെന്ന് കയറി കൊടു. ഗർഭ വിശക്കണു. ഇഡലി ഗർഭദോഷ ഗർഭബട ഗർഭ. അല്ല, അപ്പൊ ബോധംകടൽ അതിപ്പോ കഴിച്ചിട്ട് കേടാലോ. സമയമുണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ? ഇല്ല, എനിക്കും ഇല്ല. കഴിക്കാനുണ്ടോ? നല്ല വിശപ്പുണ്ട്, എടുക്കട്ടെ? അതെനിക്കുണ്ട്. ഇതിന്റെ ലാസ്റ്റ് സപ്പറാ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിന് പൊക്കോണം, മനസ്സിലായോ? എന്താ? നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. ജോസേട്ടാ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? കൊള്ളാം. കഴിച്ചു മടുക്കുമ്പോ പറ, നമുക്ക് കല്യാണം കഴിക്കാം. എല്ലാവർക്കും എന്നെ മതി. അവർക്ക് ആരേലും മതി. ആഞ്ജനേയ സ്വാമി വിളിച്ചോ?
എന്റെ ദൈവമേ, ഒരു വിളി കേട്ടാൻ ഉണരുന്ന പാപികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴാ ഇതൊരു കുടുംബമായത്. നാശത്തിലേക്ക് അതിന്റെ പോക്ക്. ചൊവ്വാഴ്ച വൈകുന്നേരം 4:38. എന്റെ ബേബി നിന്റെ പ്രശ്നം ഉണ്ടകിട്ട് എത്ര വട്ടം ഞാൻ சொல்லியிருக்கேன் ഞാൻ ആ റൈറ്റ് ലുക്കാരുന്ന്. എപ്പ பார்த்தாலும் അവൾ എന്തിനാ റൈറ്റ് ലുക്കാര വെച്ചത് വെച്ചായ ഹാർട്ട് എന്റെ പക്കം ഇருக்கு. ലെഫ്റ്റ് ലവ് ഓഹോ, ദേവേട്ടന്റെ ഹൃദയത്തിൽ മൊത്തം അവളാലേ, അതല്ല അവളെ ലെഫ്റ്റിലിരുത്തിയേ. Baby, you're always right. That's why you are in the right. ശ്ശോ, ഈ ദേവേട്ടന്റെ ഒരു കാര്യം ഇങ്ങനെ സത്യസന്ധനാവല്ലേ. I love you too, girl. ഇന്നലെ വന്നവന് ഒരു പെണ്ണുണ്ട്. ഇവിടെ മനുഷ്യന് നരയും വന്നു, നോക്കി പല്ലും മുളച്ചു എന്ന് മാത്രമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. അതെ, വരവിന്റെ ചെലവിന്റെ കണക്കൊന്നും എടുക്കണം. എന്തോ ദാ വരണേ, എന്നെ ആരും വിളിക്കുന്നു. ശരി ശരി, സീതയാവും. പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം സാർ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി. നിനക്ക് ഈയിടെയായിട്ട് സൗന്ദര്യം കൂടുന്നില്ലേ എന്നൊരു സംശയം. നിന്റെ പാക്ക് അടിച്ചു മാറ്റിയിട്ട് അതിന്റെ ആണെന്ന് തോന്നുന്നു. അതിന്റെ ഇടയ്ക്ക് നീ അതും അടിച്ചു മാറ്റിയാ? എന്റെ സോളുവായോണ്ട് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കൊണ്ടം തുണ്ടം ഞാൻ വെട്ടിയേനെ. എന്റെ മുത്തനോട് ട്രൂ ലവ്. ഞാനല്ലാതെ പിന്നെ ആര്? ഓടാറുള്ളൂ അവിടുന്ന്. നിങ്ങൾ ആ സ്കൂബിനെ ഹോപ്പിനെ നോക്കി, എന്തൊരു സ്നേഹവാ. പ്രേമത്തിന്റെ കാര്യത്തിൽ വരെ അവർ ഒരുമിച്ച. പ്രേമം എവിടെ? ഇത് ഞാൻ വെച്ചോർപ്പിക്കില്ല. ഒരു പ്രേമത്തിൽ തുടങ്ങി കമ്മിറ്റിയ. ഇതിപ്പോ എത്രാമത്തെ? എണ്ണി ഒരു കയ്യും കണക്കൂല. കണക്കുകളൊന്നും ശരിയാവില്ലല്ലോ. എന്തൊക്കെ നിങ്ങൾക്ക് പുറത്തുനിന്നായിരുന്നു അനുഭവിക്കുന്നുണ്ടോ? അതെ, നീയാണോ? അതെ, ഞാനാണ്. നീയാണോ പിന്നോട്ട് വയ്ക്കുന്നത്? പിന്നോട്ട് വരുന്നതല്ല, ഞാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്നെ പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച. A few moments later. நான் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி சொல்லு. நீ தேவேட்டனே அங்க மறந்தேரே. ஓஹோ, நீ தலைவர் பிடிக்கிறீ. என்ன பிடிச்சு? நான் ஒரு முடிவெடுத்தா என் பேச்சு நானே கேட்க மாட்டேன். ഞാൻ ദേവിച്ചായന്റെ പെണ്ണ. അതേടി, ഞാൻ ദേവിച്ചായന്റെ പെണ്ണ. ദൈവമേ, ഞാൻ തമിഴ്നാട്ടിലാണ് എത്തിയത്. ഇത് കുറെ നേരമായോ? ഇന്റർവെൽ ആവുന്നതിന് മുമ്പേ ഞാൻ പോയി പോപ്കോൺ എടുത്തിട്ട് വരട്ടെ. നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്കും അറിയില്ല. പണ്ട് നിനക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മാത്രം. അതുകൊണ്ട് എന്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രണയ സാക്ഷാത്കർ
പ്രണയത്തിന് വേണ്ടി അത് മതി. നീ പിന്മാറുന്നു സോളു. മുന്നോട്ട് വെച്ചകൾ പിന്നോട്ട് വെക്കുന്ന ശീലം ഈ സ്കൂബിക്കില്ല. അതല്ലടി കോപ്പ, നീ കുറച്ചു മുന്നേ തമിഴിൽ പറഞ്ഞേ. അതൊന്നുകൂടെ മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞെടുത്ത് നഷ്ടവരാനൊന്നുമില്ലല്ലോ. നീ എണ്ണി വെച്ചോ, ദേവേട്ടന്റെ നിഴൽ വെട്ടത്തിൽ നിന്നെ കണ്ട നിന്നെ ഞാൻ തട്ടും. നീ ഒട്ടും. എനിക്ക് നിന്റെ സ്വഭാവം പിടിക്കണില്ലാട്ടാ. നീ എനിക്കൊരു പ്രേമിക്കാനൊന്നും വരണ്ട. നിനക്ക് ക്യാഷ് എന്നെ തരുന്നത് ഞാനാണെങ്കിൽ ഞാൻ പറയുന്ന ജോലി അങ്ങോട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇപ്പൊ കണക്കൂട്ടലും ശരിയായത്. ഇവിടെ മൊത്തം കുഴൽപ്പണമാ. നീ കുഴി മാറ്റി കുഴലാക്കിയ സോളു, ദേ ഒരുമാതിരി ബൂർഷാട്ടോട് നീ എന്നോട് സംസാരിക്കരുത്. സംസാരിച്ച താൻ എന്ത് ചെയ്യൂ? ഇംഗ്ലീഷത്തിൽ വിളിക്കുന്നുണ്ട്. ബ്ലാഡി ഫൂൾ. എങ്ങനെ നടന്ന കുടുംബക്കാരാ? എന്റെ കമ്മിറ്റി എന്നൊരു കുരുക്ഷേത്ര ഭൂമിയാവും. ദേവേട്ടാ, നിങ്ങൾ രണ്ടിലൊന്ന് തീരുമാനിക്കണം. അവളും ഞാനും. പണങ്ങ് പറ ദേവേട്ടാ. അങ്ങനെ എന്റെ കമ്മിറ്റിക്ക് ഉദാഹരണ രാമേട്ടാ, സ്കൂവേച്ചിയും ഹോപ്പേച്ചിയും ദേവേട്ടന്റെ കൂടെ പോകുന്ന കേക്കണേ. അങ്ങനെയാണെങ്കിൽ രാമേട്ടൻ എന്റെ കൂടെ പോരുന്നോ? കൊട്ടാരം തൂപ്പുകാരനെ വിളിച്ചാലും സന്തോഷത്തോടെ ജീവിതകാലം മുഴുവൻ ഞാൻ കൂടെ വരും. പക്ഷെ നിന്റെ കൂടെ വരില്ല. ഉണ്ട ചോറിന് ഞാൻ കുറച്ചധികം നന്ദി കാണിച്ചു പോയി. ഇത് ഞാൻ പോയി കണ്ണേറ്റോട് ചോദിച്ചിട്ട് വരാവേ. ദേവിനെ ഇവിടെ അധികകാലം വഴിച്ചൂടാ. ഞാനിപ്പോ വരാം. പാറപ്പള്ളിയിലൊരു ധ്യാനമുണ്ട്. അത് ഓഗസ്റ്റ് 2-ാം തീയതി അല്ലായിരുന്നോ രാമേട്ടാ? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഈ കൊച്ചു തറവായിട്ട് സംഭവിക്കുന്നത്? എടാ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അല്ലാതെ ഒരിടത്ത് എന്റെ ചിഞ്ചു, ഒരിടത്ത് മഞ്ഞു. നമുക്കൊന്നൊരു മഞ്ഞു പോലുമില്ലല്ലോ. கூட ப்ளூ கிராஸ் இருக்கு, எனக்காக யோசிக்க உயிராயிருக்கு. மரத்தை சுத்தி டூயட் பாடி லவ் பண்ண எனக்கும் தான் ஆசை இருக்கு. மானோ ரோஷம்லாம் டீல விட்டாச்சுடா, பிளாஸ்டிக் பூ கூட வாடி போயாச்சுடா. வெள்ள சொல்லாம உள்ள அழுகுறண்டா, வெள்ள மனசெல்லாம் இங்க கணக்கில்லடா. മിസ്റ്റർ ഓൾഡ് ഗൈസ്, നമ്മൾ സ്നേഹം കൊടുക്കുക, തിരിച്ചു കിട്ടിയില്ലേ വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കാം. ഇറ്റ്സ് എൻ ഇമോഷണൽ ബിസിനസ് ഗൈസ്. എങ്ങനെ സാധിക്കുന്നതാവേ? വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി. അല്ലേലും സ്കൂവേച്ചിയും ദേവേട്ടനും 10 പൊരിത്തതാ. ദാറ്റ്സ് മെയ്ഡ് ഇൻ ഹെവൻ. പണ്ട് രുക്മിണി കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, കണൈവൻ മனைவி மத்தியில் உறவு எவ்வளவு பலமாக இருந்தாலும் மக்கள் காதலியே தானே நிலக்கொள்கிறார்கள். രാധേ കൃഷ്ണ രാധേ കൃഷ്ണ. എന്റെ കണ്ണാ കണ്ണേട്ടാ. കാശി, മസ്താനി, ഹോപ്പേ, അങ്ങനെ പറ, അല്ലേ വെള്ളാഴ്ച കള്ളം പറയാന്ന് വിചാരിക്കും. तुम हमारे लिए इतनी प्रेम जितनी विदेश है, हम तुम दोनों की तुलना नहीं करना चाहती.
ഇന്ത്യൻ പാകിസ്ഥാൻ ഒന്നിച്ചോ? സോളു, എന്റെ ഈ നെഞ്ചിന്റെ നടുഭാഗത്തുണ്ടല്ലോ, കണ്ട നിമിഷം മുതൽ കയറിക്കൂടിയ ഒരേ ഒരാളേ ഉള്ളൂ. അത് ദേവേട്ടനല്ല, വേറെ ആരുമല്ല, എന്റെ സ്കൂബിയ, എന്റെ സോളു, എന്റെ പ്രാണനേക്കാൾ വലുത്. എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് ഞാൻ എന്റെ ഡാർലോനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 മടങ്ങ് എന്റെ ഡാർലോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഡാർലോ, വെള്ളമടിച്ച് കോൺടാക്ട് വിടുമ്പോൾ എനിക്ക് എടുത്തിട്ട് ചവിട്ടാനും, മണ്ടത്തിനും പറഞ്ഞ് പണി വാങ്ങുമ്പോൾ കൂടെ കട്ടയ്ക്ക് നിൽക്കാനും, ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ അടിച്ചു മാറ്റാനും എനിക്ക് ഒരു ഇന്ന് കാണണം. ഡാർലോ, പോരുന്നോ എന്റെ കൂടെ? സോളു വിളിച്ച ഈ ലോകത്തിന്റെ ഏത് അറ്റത്തേക്കാണേലും ഞാൻ വരും. സ്റ്റിൽ ഐ ലവ് യു. This is wrong. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ജയിച്ചേനെ ഞങ്ങളെക്കാൾ നല്ല പെണ്ണിനെ വേറെ കിട്ടില്ലേ? അതുകൊണ്ട് ഇത് ഞാനങ്ങ് എടുക്കുക. ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ. ആത്മാർത്ഥമായി പ്രേമിച്ചു പോയി. ആത്മാർത്ഥ പ്രേമത്തിന് അല്ലേലും ഇവിടെയൊന്നും വിലയില്ലല്ലോ. ഞാൻ വേറെ ഒരു സാധാരണക്കാരനാണ്. എന്റെ സെക്രവും വിപിയും അടങ്ങുന്ന ഒരു കൊച്ചു കമ്മിറ്റിയാണ് എന്റേത്. അവിടേക്ക് ഒരിക്കലും ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി കടന്നു വന്നു. എന്റെ കമ്മിറ്റി ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. എല്ലാവരെയും പോലെ എനിക്കും എന്റെ കമ്മിറ്റിയാണ് വലുത്. അത് തകരാതിരിക്കാൻ ഞാൻ ഏതറ്റ് വരെയും പോവും. അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഫ്ലാഷ് ബാക്ക്. ഇവന്റെ ഒരു കാര്യം, ഞാനില്ലാണ്ട് വയ്യമായി. നീ എന്നെ ഇന്നലെ സ്നേഹിക്കില്ലേ? ഞാൻ സ്നേഹിച്ചില്ലല്ലോ, സ്നേഹിക്കാൻ തുടങ്ങണല്ലേ ഉള്ളൂ. അത് നീ എവിടെയോ കുത്തിപ്പാകുന്നതല്ലേ? എനിക്ക് തോന്നിയതോ ഒരു കല്യാണം മുടക്കണം. ഒന്നല്ല 2 കല്യാണം മുടക്കാനോ? ഞാനോ? നിനക്ക് മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോടാ ദുരന്ത. നീ മുട്ടുകാലും കയറ്റിണ്ടല്ലോ. പിന്നെ അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് ഞാൻ എടുക്കുള്ളൂ. അപ്പൊ മതിയടാ എനിക്ക് ഈ കാര്യം. നിന്നെ കൊണ്ടേ പറ്റും. അതുകൊണ്ട് നീ ഇത് ചെയ്യണം. എന്ത് ചെയ്യാൻ? ഞാൻ ദുരന്തമായി പോയി. ആ ആഞ്ജനേയ ദേവനെ ഇവിടുന്ന് കെട്ടിക്കണം. അല്ല, കെട്ടിക്കരുത്, അതിലേക്ക് പറഞ്ഞു വിടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട. അതിനെപ്പറ്റി നല്ലത് എന്തെങ്കിലും കുറച്ച് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് അവന്റെ തൊടിഞ്ഞ പ്രേമത്തെ പറ്റി. നിനക്ക് പിന്നെ വേണമെങ്കിൽ കമ്മിറ്റിയിലേക്ക് ഫ്രീ മെമ്പർഷിപ്പ് ഒക്കെ തരാം. അത് ബുദ്ധിമുട്ടാവും. എന്നെയും എന്റെ ഭാവനേതവിനെയും കുറിച്ച് ഞാൻ പടുത്തുയർത്തിയ കുറച്ച് സ്വപ്നങ്ങളുണ്ട്. എന്നാലും നാരങ്ങ മുട്ടയും വാങ്ങിച്ചു തരാം. ഡീൽ ഓർ നോ ഡീൽ? ഡീൽ. End of flashback. നാരങ്ങ മുട്ടായി, നാരങ്ങ മുട്ടായി, നീ എന്ത് ചോദിച്ച നാരങ്ങ മുട്ടായി, ഞാനെന്താ വാങ്ങിച്ച നാരങ്ങ മുട്ടായി, നാരങ്ങ മുട്ടായി, ഹൈ നാരങ്ങ മുട്ടായി, ഹൈ ഹൈ. ഇതിനു വേണ്ടിയാ ഞാൻ കൂടെ വന്നത്. കണ്ണേറ്റ വാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. അത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ മുറിയെ പണി സമ്പാദിച്ചതാ. അത് കാക്ക കുത്തിക്കൊണ്ടുപോയി. കാക്കയല്ല, കണ്ണേറ്റന്റെ സ്വന്തം സീത. Meanwhile, പ്രാഗി അവൻ എന്റെ കുടുംബം വെളുപ്പിച്ച്. അളിയ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടല്ലേലും സിമത്തും കോണ്ട. എന്നാലും അവൾ രണ്ടുപേരും ജീവനാർന്നു അളിയ. പട്ടിയുണ്ട് എന്ന ബോർഡ് ശ്രദ്ധിച്ചില്ല, അത് സീനാകുമെന്നും അവൻ ചിന്തിച്ചില്ല. വെച്ച കാല പുറകോട്ട് വെക്കത്തില്ല, വെച്ച കാലിന്റെ കെട്ടിപ്പോഴും അഴിച്ചിട്ടില്ല. അവളുടെ ചേട്ടന്മാര് വന്ന് 2 പൊട്ടിച്ചിട്ടും, അവന്റെ കാല് 2 പ്ലാസ്റ്ററിട്ട് ഒട്ടിച്ചിട്ടും, പെണ്ണ് വറ്റിച്ചിട്ടും കീറി ഒട്ടിച്ചിട്ടും, പിന്നെ കൂട്ടുകാരെ വട്ടം കൂടി പുച്ഛിച്ചിട്ടും, തൊര കുടിപ്പിച്ചിട്ടും, നേരം വെളുപ്പിച്ചിട്ടും 10 പൈസയുടെ വെളിവ് പോലും അവന് വന്നിട്ടില്ല.
എടാ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞ എന്റെ പൊന്നളിയ മലയാളത്തിലല്ലേ പറയണ അവള് വേണ്ട ഇവള് വേണ്ട ഈ കാണുന്നവൾമാരൊന്നും വേണ്ട. അതുകൊണ്ട് കമ്മിറ്റിയുടെ എൻഡ് ഓഫ് സീസൺ സ്പെഷ്യൽ മെമ്പർഷിപ്പ് ഉണ്ട്, ഒരെണ്ണം എടുക്കട്ടെ. നീ കമ്മിറ്റി എടുക്കാൻ പോവാണോ? ഇനി ഒരു കോണം പിടിക്കാൻ സമ്മതിക്കൂല. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. റിപ്പീറ്റ് ആഫ്റ്റർ മീ. എന്നുയിരണ്ണനുക്ക്, എന്നുയിരണ്ണനുക്ക്, എന്നുടലണ്ണനുക്ക്, ഉടലണ്ണനുക്ക്. നാ കാതലിക്ക മാട്ടേ, നാ കാതലിക്ക മാട്ടേ. കല്യാണം പണ്ണ മാട്ടേ, കല്യാണവും പണ്ണ മാട്ടേ. ഇത് സത്യോ, ഇത് സത്യോ, 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 സത്യോ. ഇപ്പൊ മുടുക്കനെ. പ്രസു, ഇലവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ഈ ഹോപ്പ് കമ്മിറ്റിക്കുള്ളതാ. അത് ഞാൻ എനിക്കും പ്രസുവിനും തന്ന വാക്കാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് എന്നെ തിരിച്ചെടുക്കാവോ പ്ലീസ്? ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. അയ്യോ, പ്രസുവാണേ സത്യം. സത്യം. ഞാൻ ചിക്കൻ വെച്ചിട്ട് വിസിൽ വരുന്നില്ല. നീ അടുപ്പ് ഓണാക്കിയോ? അതൊക്കെ ചെയ്യണല്ലേ, ടെക്നോളജി. സോളുവിന് ഇതിനെപ്പറ്റി വലിയ ഇക്കനോളജി ഇല്ലാലേ. ചിക്കനാണ് കുഴിമന്തി മതി. ഇയാളിതെന്തോന്ന് മിക്കവാറും ഒരു കൂടി എടുത്ത് ഞാനിങ്ങനെ അതിനകത്തിട്ട് മൂടും. എന്നാ അതിന്റെ മേലെ എന്റെ കമ്മിറ്റിയുടെ തറ ഞാൻ കിട്ടും. സിസ്റ്റേഴ്സ്, ഈ അടുപ്പിൽ പാല് കാച്ചാൻ തീരുമാനിച്ചു. നന്നായി, ഞാൻ ഫയർ എഞ്ചിൻ വിളിച്ചിട്ട് വരാം. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്താടാ നീ കണ്ടേ? ഉള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തന്തിന കാടേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടേ പണ്ടുപോലെ പറക്കാടേ. നീ ഒരു തലമൂത്ത കാരണവരുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. കെട്ടിക്കൊണ്ട് കെട്ടിക്കേറി വരാൻ ഇതും തന്നിട്ട് ഹണിമൂൺ ഷൂട്ടോ. ഇതെന്റെ തറവാടാണ് പട്ടികളെ. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തടാ, എന്റെ ട്രൈയിലാവും വീണു. ഹാപ്പി മാരീഡ് ലൈഫ് ബ്രോ. ഇനി എങ്ങാനും ഡിവോഴ്സ് ആയ കമ്മിറ്റി വർക്കണ്ട. ഇപ്പൊ ഡിവോഴ്സ് ആയവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഓഫർ എൻഡിങ് സൂണാ. ഇപ്പോഴാ നമ്മളൊരു വൺ ബിഗ് ഹാപ്പി ഫാമിലി ആയത്. ഞാൻ പോവാ, ഈ നാട് നശിക്കാൻ പോവാ. ജീവൻ വേണം എങ്ങോട്ടേലും ഓടിപ്പോയി രക്ഷപ്പെട്ടു. തോമസ് കുട്ടി വിട്ടോടാ. പതിയെ പോരാവാ, എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല. കഥയോ കഥാപാത്രങ്ങളോ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതെങ്കിലും വ്യക്തിയുമായി സാദൃശ്യമുള്ളതാണ് എങ്കിൽ തികച്ചും യാദൃശ്ചികം.